നെയ്യാർ ഇറിഗേഷൻ പ്രൊജക്റ്റിൽ അങ്ങനെ 100 കണക്കിന് ഏക്കർ ഭൂമി നാട്ടുകാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പലരും വീട് വെച്ച് താമസിക്കുന്നുണ്ട്. പല തലമുറ കൈമാറിപ്പോയ സ്ഥലങ്ങളാണ്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രമിരിക്കുന്ന ഭൂമി. ഇതിൻ്റെ ചുറ്റും ചില തീവ്രവാദ സ്വഭാവമുള്ള ചിലർ ഇതിൻ്റെ ചുറ്റും താമസിക്കുകയും അവരും ഇങ്ങനെയാണ്, ഈ പുറമ്പോക്കിലാണ് താമസിക്കുന്നത്. ഇപ്പം പ്രാവച്ചമ്പലത്തൊക്കെ നമ്മൾ കാണുന്നതാണ്. ഈ പുറമ്പോക്കിൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും PDPയുടെയും ഒക്കെ സ്വാധീനത്തിൽ ആൾക്കാർ വന്ന് കോളനിയായിട്ട് താമസിക്കുകയും ആ സ്ഥലം അവർ പിടിച്ചെടുക്കുകയും പിന്നെ അവിടെ അവർ പള്ളി മിനാരങ്ങളും മറ്റുമൊക്കെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കും തൊട്ടടുത്ത് പള്ളി മിനാരം പണിയാൻ വേണ്ടിയിട്ടായിരിക്കണം അവർക്ക് ഈ ക്ഷേത്രത്തിനോടുള്ള ഒരു അസഹിഷ്ണുത. എന്തായാലും നഗരസഭ അധ്യക്ഷൻ, നെയ്യാറ്റിൻകര നഗരസഭ സെക്രട്ടറിയെ സ്വാധീനിച്ച് ഇത് ഗവൺമെൻറ് ഭൂമിയാണെന്നും ഇത് സർക്കാർ ഏറ്റെടുത്തെന്നും ഇനി അവിടെ ആരും പ്രവേശിക്കരുതെന്നും പറഞ്ഞ് പൂട്ടി താക്കോലുമായിട്ട് പോയിക്കുകയാണ്. ഇത് പ്രദേശത്ത് ഇലക്ഷൻ്റെ സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ വളരെ ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം ഒരു വർഗീയ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇത് ശരിയായ സമയത്ത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊരു വർഗീയ സംഘർഷത്തിലേക്ക് പോകാനുള്ള ഒരു സംഭവം കൂടെ അതിനകത്ത് ഉണ്ട്. കാര്യം ഒരു ക്ഷേത്രത്തിനൊരു നോട്ടീസ് കൊടുക്കുമ്പോൾ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ചുമ്മാ ഒരു ക്ഷേത്രം പൂട്ടി താക്കോലെടുത്തിട്ട് പോകുന്നത് വളരെ നിസ്സാരവൽക്കരിച്ചിട്ടാണ് അവർ ഭക്തരുടെ വിശ്വാസത്തെ അവർ പരിരക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.